Hello everyone, welcome to PSC Talks. ഞാൻ റീമ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് CGLന്റെ ഇംഗ്ലീഷാണ്. അതായത് ഇംഗ്ലീഷിൻ്റെ സ്ട്രാറ്റജി എന്തൊക്കെയാണ്, നമുക്ക് എന്താ ഇതിൻ്റെ ഈ ഒരു എക്സാമിൻ്റെ ഒരു പാറ്റേൺ എന്തൊക്കെയാണ്, ഇതിനകത്ത് ഇംഗ്ലീഷ് നമ്മൾ ഏതൊക്കെ ഏരിയസ് കവർ ചെയ്യണം, ഇതിന് മുന്നത്തെ എക്സാംസിൽ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചെറിയൊരു സെഷനിൽ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഒരു ജനറൽ അവയർനെസ് തരുവാണ് കേട്ടോ ഞാൻ. അപ്പോൾ ആദ്യമായിട്ട് എഴുതുന്നവർ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എഴുതിയിട്ടുള്ളവർ, അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഓക്കെ, അപ്പോൾ യെസ്, CGL 2025. ഓക്കെ, അപ്പോൾ അതിലെ എല്ലാ സബ്ജക്റ്റുകളും ഞാൻ പറയുന്നില്ല, ഇംഗ്ലീഷ് മാത്രമാണ് ഞാനിപ്പോൾ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യം തന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ CGL എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഒരു ഫുൾ ഫോം ആർക്കെങ്കിലും അറിയാവോ? ആർക്കെങ്കിലും അറിയാവോ എന്ന് എന്തൊരു ക്വസ്റ്റൻ അല്ലേ. ഇത് SSCയുടെ തന്നെ ഒരു എക്സാമാണ്. SSCക്ക് നമുക്ക് പല ലെവൽസിലുള്ള പല ഗ്രേഡ്സിലുള്ള എക്സാംസ് ഉണ്ട്. അതിനകത്ത് CGL എന്ന് പറയുന്നത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷനാണ്. ഓക്കെ, CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷനാണ്, അതാണ് CGL. അപ്പോൾ അത് SSCയുടെ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മിറ്റി തന്നെ നടത്തുന്ന ഒരു എക്സാമാണ് CGL. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള ഒരു എക്സാമാണ്. നമുക്കത്ര സിമ്പിളായിട്ടൊന്നും നമുക്കിത് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത്യാവശ്യം നന്നായിട്ട് തന്നെ പഠിക്കണം. ഇതിൻ്റെ വേറെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു CHSL അല്ലെങ്കിൽ MTS ഇതൊക്കെയാണ് കുറച്ചുകൂടെയും സിമ്പിളാണ്. പക്ഷേ ഇത് നമുക്ക് അത്യാവശ്യം സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ കാണണം. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ നമുക്ക് സമയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നും ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ജസ്റ്റ് കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി വെബ്സൈറ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എന്താണെങ്കിലും നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഈസ്റ്റർ ഒക്കെ കഴിയുമ്പോൾ, അതായത് ഒരു April 22 കൂടിയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം നമുക്ക് അതിനകത്ത് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. സോ ഈ CGL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 tier ആയിട്ടാണ് ഇവർ എക്സാം നടത്തുന്നത്. 2 tier ആയിട്ടാണ് എക്സാം നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ssc.gov.in ഓക്കെ, ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതേ സെയിം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ നിന്നാണ് ഞാൻ ഈ എല്ലാം എടുത്തിരിക്കുന്നത്, ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം. സോ നിങ്ങൾക്ക് ഈ 2 tier കാണും. ഓക്കെ, ഇതൊരു നാഷണൽ എക്സാം ആണ്, നാഷണൽ ലെവൽ എക്സാം ആണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രമേ എക്സാം ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ആപ്ലിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 22 April തൊട്ട്. അപ്പോൾ ഒരു മാസത്തെ ടൈം കാണും. ഒരു May 21 കൂടി തന്നെ ഒരു മാസം നമുക്ക് ടൈം കാണും ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം വരുമ്പോൾ തന്നെ നമ്മൾ എന്താണെങ്കിലും നോട്ടിഫിക്കേഷൻ നിങ്ങളെ അറിയിക്കുന്നതാണ്, വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ഇനി Tier 1 ഉണ്ട്, Tier 2 ഉണ്ട്. അതിൽ Tier 1 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ജൂൺ ജൂലൈയിലാണ് കേട്ടോ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ജൂൺ ജൂലൈ. ആദ്യം ആപ്ലിക്കേഷൻ അയക്കണേ, എന്നിട്ട് വേണം, ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. എന്നാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ജൂൺ ജൂലൈയിലാണ് Tier 1. എന്നിട്ട് അതിൻ്റെ മാർക്സ് ക്വാളിഫൈ ചെയ്യുന്നവർക്കാണ് Tier 2. അതൊരു ഒക്ടോബറിലൊക്കെ ആയിരിക്കും. ഓക്കെ, സോ വേക്കൻസീസ് എത്രയാണെന്നൊന്നും അവർ അനൗൺസ് ചെയ്തിട്ടില്ല. എന്താണെങ്കിലും മിനിമം ഒരു 18 വയസ്സ് വേണം. ഓക്കെ, അതായത് August 1 18 മിനിമം വേണം. ഓക്കെ, ഇനി ഈ Tier 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഈ Tier 1 നമുക്ക് ഓൺലൈൻ എക്സാം ആണെന്ന് ഞാൻ പറഞ്ഞു. അത് 60 മിനിറ്റ് ആയിരിക്കും. ഓക്കെ, 60 മിനിറ്റ്, അതായത് ഒരു മണിക്കൂറിൻ്റെ എക്സാം ആയിരിക്കും Tier 1. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് Tier 1 എങ്ങനെ ക്രാക്ക് ചെയ്യാം. Tier 2 വീണ്ടും 3 പേപ്പേഴ്സൊക്കെ ഉണ്ട്, അതിലോട്ട് വരാം. നമുക്ക് ഇംഗ്ലീഷിലായിരിക്കും നമ്മുടെ ലാംഗ്വേജ്, പിന്നെ ഹിന്ദി വേണ്ടവർക്ക് ഹിന്ദി ഉണ്ട്, പക്ഷെ നമുക്ക് എന്താണെങ്കിലും ഇംഗ്ലീഷിലായിരിക്കും നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് നോട്ടിഫിക്കേഷൻ? 22 April, ഈസ്റ്റർ കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ചാനൽ നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. Tier 1 ഒരു മോഡ്, ഇതിൽ ഇംഗ്ലീഷ് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇംഗ്ലീഷിൽ നമുക്ക് 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഓരോന്നിനും 2 മാർക്ക് വെച്ചാൽ. ഓക്കെ, ഓരോന്നിനും 2 മാർക്ക്. ഇംഗ്ലീഷ് കൂടാണ്ട് വേറെ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ജനറൽ ഇൻ്റലിജൻസ് റീസണിംഗ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, QA ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇങ്ങനെ 4 സബ്ജക്ട്സാണ്. ഓരോന്ന് 25 ക്വസ്റ്റ്യൻസ് കാണും. ഓക്കെ, അങ്ങനെ ഓരോന്നിനും 2 മാർക്ക് വെച്ച്, അപ്പോൾ ഓരോന്നും 50 മാർക്ക് വെച്ച്, അത് 200 മാർക്സ് ആണ് ടോട്ടൽ. ഓക്കെ, 200 മാർക്സ് ആണ് ടോട്ടൽ. അതിൽ നമുക്ക് ടോട്ടലി നമുക്ക് 100 ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. 100 ക്വസ്റ്റ്യൻസ് കാണും. ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 200 മാർക്സ്. അതായത് 25, നമുക്കിപ്പോൾ വേണ്ടത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് നമുക്ക് 25 ക്വസ്റ്റ്യൻസ് കാണും, 2 മാർക്കിൻ്റെ വെച്ച്. അങ്ങനെ 4 സബ്ജക്ട്സിൻ്റെയും കൂടെ ആകുമ്പോൾ 100 ക്വസ്റ്റ്യൻസ് കാണും, 200 മാർക്ക്. ഓക്കെ, ഇത് ഒരു മണിക്കൂറിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം.
അപ്പം ഈ Tier 1, Tier 2, അപ്പോൾ Tier 1-ന് ഇത്ര മാർക്ക് കിട്ടുന്നവർക്ക് മാത്രം, സെലക്ട് ആയിട്ടുള്ളവർക്ക് മാത്രമേ Tier 2-ലോട്ട് പോകാൻ പറ്റുള്ളൂ. Tier 2-നകത്ത് ഇംഗ്ലീഷിനകത്ത്, ഞാൻ ഇംഗ്ലീഷ് മാത്രം പറയാം, ഇംഗ്ലീഷിനകത്ത് 45 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഓരോന്നിനിപ്പം 3 മാർക്സാണ്. ഓക്കെ, ഇതെല്ലാം കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്നുള്ള ലെവലിലാണ്. അപ്പോൾ 45 ക്വസ്റ്റ്യൻസ് 3 മാർക്ക് ഈച്ച്. ഈ Tier 1-ഉം Tier 2-ഉം കഴിയുന്നവർക്ക് ലാസ്റ്റ് ഒരു ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും കൂടെ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു മെയിൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഈ Tier 1 എങ്ങനെയും പാസ്സാവുക. ഓക്കെ, Tier 1 ടയർ അല്ല, ടിയർ ആണ്. ഓക്കെ, സോ Tier 1 നമുക്ക് എങ്ങനെയും പാസ്സാവണം. അതിലെ ഇംഗ്ലീഷ് നമുക്ക് എങ്ങനെ 50 മാർക്ക് കിട്ടും, 50 മാർക്ക് ഇംഗ്ലീഷിൻ്റെ നമുക്ക് എങ്ങനെ കിട്ടും, ഇതാണ് നമ്മുടെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൽ ഇംഗ്ലീഷിൽ നമ്മൾ ഏതൊക്കെ ഏരിയാസ് നിങ്ങൾ പ്രത്യേകിച്ച് നോക്കണമെന്ന് ചോദിച്ചാൽ വൊക്കാബുലറി, ഗ്രാമർ പോർഷൻ, കോംപ്രിഹെൻസീവ്, ഈ 3 പോർഷൻസ് ആണ് ഇംഗ്ലീഷിനകത്ത് നോക്കാൻ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്ത് സിമ്പിളാണ് അല്ലേ, ഭയങ്കര സിമ്പിളാണല്ലോ, ഇത് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. വലിയ പ്രശ്നമൊന്നുമില്ല. വൊക്കാബ്സിന് വേണ്ടി എന്ത് ചെയ്യണം, അത്യാവശ്യം ഇപ്പോഴേ എവിടെന്നേലൊക്കെ ഏതെങ്കിലുമൊക്കെ വേർഡ്സ് അറിയത്തില്ലാത്ത കിട്ടുവാണെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കുക, അതെവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. വൊക്കാബുലറിക്ക് തന്നെയായിട്ടൊരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, വൊക്കാബിന് മാത്രമായിട്ടൊരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. നിങ്ങളുടെ ഗ്രാമർ പോർഷൻ സെറ്റ് ആവാൻ വേണ്ടി അതിനും ഒരു ബുക്ക് മേടിക്കുക. ഇങ്ങനെ മൊത്തം മിസ് എത്ര ബുക്കുകൾ മേടിക്കേണ്ടി വരും? മിനിമം ഒരു 2 ബുക്ക് മേടിച്ച് വെച്ചാൽ അത് നിങ്ങൾക്ക് തന്നെ ഗുണമുണ്ട്. ഇപ്പോൾ ഒരു 120-150 പേജസ് മതി ഈ പറയുന്ന വൊക്കാബ്സിനായിട്ട്. അതേപോലെ ഗ്രാമറിനകത്ത് ഒരു 200 പേജസ് ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അപ്പോൾ അതിന് ഇൻഡിവിജ്വൽ ആയിട്ട് സെപ്പറേറ്റ് ബുക്ക് ഉണ്ടെങ്കിൽ നല്ലതാണ്. 3ാമത്തെ പാർട്ട് കോംപ്രിഹെൻഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മൊത്തത്തിൽ, ഈ 3 ഏരിയാസ് നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൽ വൊക്കാബുലറി പാർട്ടിൽ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് പഠിക്കണം, 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കണം, സ്പെല്ലിംഗ് പഠിക്കണം, സിനോണിംസ് ആൻഡ് ആന്റണിംസ്. ഇത്രയുമാണ് നമുക്ക് വൊക്കാബ്സിൽ നിന്ന് വരുന്നത്. ഓക്കെ, വൊക്കാബുലറി ഏരിയ ഇത്രയാണ്. ഇഡിയംസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ഇഡിയംസ് അതായത് ഓരോ സേയിങ് ആണ്, ഓരോ പറച്ചിലുകളാണ്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, ടു കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കില്ലാണ്, ടു ഡൈ ആണ്, മരിക്കുക, അങ്ങനെ മരണപ്പെടുന്നതിനെയാണ് ടു കിക്ക് ദ ബക്കറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അതിന് ഓരോന്നിനും ഓരോ കഥയൊക്കെ ഉണ്ട്, അതായത് ഇൻഡിവിജ്വൽ ക്ലാസ്സസിൽ ഞാൻ പറയാം. അതേപോലെ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ സ്കിന്നിൻ്റെ ഡോക്ടറെ നമ്മൾ എന്താ വിളിക്കുന്നത്, ഡെർമറ്റോളജിസ്റ്റ് അല്ലേ. സോ അങ്ങനെ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, വലിയ സെൻറ്റൻസ് തന്നിട്ട് അതിനെ നമ്മൾ ഒറ്റ വേർഡാക്കി മാറ്റണം. പിന്നെ സ്പെല്ലിംഗ്, കറക്റ്റ് സ്പെല്ലിംഗ് അല്ലെങ്കിൽ റോങ് സ്പെല്ലിംഗ് ഏതാണ് ഔട്ട് ഓഫ് ഗിവൺ ചോയ്സസ് അങ്ങനെ ചോദിക്കും. സിനോണിംസ് ചോദിക്കും, മീനിങ്സ് ചോദിക്കും, ഓപ്പോസിറ്റ്സ് ചോദിക്കും. അപ്പോൾ ഇതൊക്കെയാണ് വൊക്കാബ്സിനകത്ത് നമുക്ക് വരുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒഫീഷ്യലായിട്ട് നമുക്ക് കറക്റ്റായിട്ട് വരുന്നതേ ഉള്ളൂ, സിലബസും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം. പക്ഷേ ഏകദേശം ഒരു ഐഡിയ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വെച്ച് നോക്കുമ്പോൾ ഉള്ള ഒരു ഇത് വെച്ചാണ് ഇപ്പോൾ പറയുന്നത്. ഒഫീഷ്യലി കറക്റ്റായിട്ട് അനൗൺസ് ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാം. എന്നാലും നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ തരാനാണ്. ഈ ഏരിയാസൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഇനി നമുക്ക് വരേണ്ടത് ഗ്രാമർ പോർഷനാണ്, ഗ്രമാറ്റിക്കൽ ഏരിയ. ഗ്രാമർ പോർഷൻ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതായത് ആക്റ്റീവ് പാസീവ് വോയിസ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പോൾ നമ്മൾ നോക്കി 2 മാത്രം പഠിച്ചാൽ മതി, എന്തൊരു സുഖം. അല്ല, ഗ്രാമറിനകത്ത് വോയിസ് സ്പീച്ച് മാത്രമല്ല, നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ച് പഠിക്കാം. ഓക്കെ, പാർട്സ് ഓഫ് സ്പീച്ച് 8 പേരുണ്ടെന്ന് അറിയാലോ, ആ 8 പേരെ പഠിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർട്ടിക്കിൾസ്, എ ആൻഡ് ദ എന്ന് കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ട്. പിന്നെ ടെൻസസ് പഠിക്കുക, ടെൻസസ് പഠിക്കുക. പിന്നെ സബ്ജക്റ്റും വേർബും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ, സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് എന്ന് പറയും. പിന്നെ ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, ഇത്രയും സാധനങ്ങൾ നമ്മൾ പഠിക്കണം. അതായത് പാർട്സ് ഓഫ് സ്പീച്ച്, ആർട്ടിക്കിൾസ്, ടെൻസസ്, സബ്ജക്റ്റും വേർബും തമ്മിലുള്ള റിലേഷൻ, ക്വസ്റ്റ്യൻ ടാഗ്, പിന്നെ ആക്റ്റീവ് പാസീവ് വോയിസ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്. അതെന്തുകൊണ്ടാണ് എടുത്തു പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ ആക്റ്റീവ് പാസീവ് വോയിസിൽ നിന്ന് തന്നെ 2-3 ക്വസ്റ്റ്യൻസ് ഓരോന്നിൽ നിന്നും വരാറുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും പഠിച്ചാലാണ് നമ്മുടെ ഗ്രാമർ പോർഷൻ റെഡി ആവുന്നത്. ഇത്രയുമാണ് നമ്മുടെ ഗ്രാമർ ഏരിയ. എന്നിട്ട് ഈ ഗ്രാമറിൽ നിന്ന് ചോദിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയോ? എറർ സ്പോട്ടിംഗ്. ഒരു സെൻറ്റൻസിനെ 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഏത് പാർട്ടിലാണ് എറർ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതാണ് എറർ സ്പോട്ടിംഗ്. പിന്നെ സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഫ്രേസ് റീപ്ലേസ്മെൻറ്റ്. ഒരു സെൻറ്റൻസ് എന്നിട്ട് ഒരു പാർട്ട് അവിടെ അണ്ടർലൈൻ ചെയ്ത് തരും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയാം, അതിനെ നമ്മളതൊന്ന് ഇംപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ. ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാങ്ക് അല്ലെങ്കിൽ 2 ബ്ലാങ്ക്സ് കാണും, അതിന് ഓപ്ഷൻസ് കാണും, നമ്മളത് ഫിൽ ചെയ്യാം. ഇതെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? ഈ ഗ്രാമർ പോർഷനിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഗ്രാമർ ഇതിൽ ഏതെങ്കിലും ഒരു ഫോമാറ്റിൽ നമുക്ക് ചോദിക്കും.
പിന്നെ കോംപ്രിഹെൻഷൻ ആണ് ഈ പറയുന്ന 3 ഏരിയാസ്. കോംപ്രിഹെൻഷൻ പാർട്ട്, അത് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. പണ്ട് നമ്മൾ സ്കൂൾ ഡേയ്സിലൊക്കെ പഠിച്ചിട്ടില്ല, ഒരു പാസേജിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റൻസ് അതിൽ നിന്ന് വരാം. അതല്ലെങ്കിൽ സെന്റൻസ് റീഅറേഞ്ച്മെന്റ്, പാരാ ജംബിൾ എന്ന് പറയും. അതായത് കുറേ സെന്റൻസസ് ജംബിൾഡ് ആയിട്ട് കിടക്കും, നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യുക. ക്ലോസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാസേജ് തരും, അതിനകത്ത് 5 ബ്ലാങ്ക്സ് കാണും. അത് നമ്മളൊന്ന്, അതായത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും റീഡിംഗ് കോംപ്രിഹെൻഷനോടെ കമ്പൈൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ഇരിക്കും. അപ്പോൾ ഒരു പാസേജിനകത്ത് 5 ബ്ലാങ്ക്സ് കാണും, നമ്മളതൊന്ന് ഫില്ല് ചെയ്യുക. ഓപ്ഷൻസ് എല്ലാം ഉണ്ട്, എല്ലാ ഓപ്ഷൻസും ഉണ്ട്. MCQ ആണ്, Tier 1 എന്ന് പറയുന്നത് നമുക്ക് MCQ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ Tier 1, ആദ്യം Tier 1 ഇംഗ്ലീഷ് എങ്ങനെ നമുക്ക് സെറ്റ് ആക്കാം. 25 ക്വസ്റ്റ്യൻസേ ഉള്ളൂ, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. കാരണം കിട്ടിയാൽ കിട്ടിയെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റിന് 2 മാർക്കാണ്. ആ ഒരു ഏരിയ കറക്റ്റായിട്ട് പഠിച്ചിട്ടുള്ള ഒരു കുട്ടിക്ക് ഉറപ്പായിട്ട് ആ 2 മാർക്കും കിട്ടും. പക്ഷേ പഠിക്കാത്ത കുട്ടിക്ക് അത്രയും മാർക്ക് പോവുക ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിലെ 50 എങ്ങനെയാണെങ്കിലും 40+ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, 40+ ഉറപ്പായിട്ട് നമുക്ക് സ്കോർ ചെയ്യാം, അത് ചെയ്തേ പറ്റും. ഒരു 22, 23 ഒക്കെ ഔട്ട് ഓഫ് 25 നമുക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷിൽ സ്കോർ ചെയ്യാൻ പറ്റും. അത് ഗ്യാരണ്ടീഡ് ആണ്. അത് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. പ്ലസ് ഞാൻ ഇതും കൂടി ഒന്ന് പറയുവാണ്, അതായത് മുന്നത്തെ വർഷം, തൊട്ട് മുന്നത്തെ വർഷം പല ഷിഫ്റ്റുകളിലായിട്ട് അതിൽ ഒരു ഷിഫ്റ്റിൻ്റെ ഞാൻ ഏകദേശം ഒരു ഐഡിയ പറയാം. ക്ലോസ് ടെസ്റ്റ് അത് ഒരു പാസേജ് ആണല്ലോ, അപ്പോൾ അതിൽ നിന്ന് 5 ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഒരു മോഡറേറ്റ് ലെവൽ പാസേജാണ് വന്നത്. പിന്നെ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു 2 to 3 ക്വസ്റ്റൻസ് വന്നായിരുന്നു. ഇച്ചിരി കട്ടിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് അതിൽ നിന്ന് 3 ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു, അത് ഈസി ആയിരുന്നു. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. ഇപ്പോൾ 2024 എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ പല ഷിഫ്റ്റിലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇപ്പോൾ ഇത്ര ദിവസം കൊണ്ട് നടക്കുന്ന എക്സാം, അപ്പോൾ ഓരോ ദിവസവും 4 ഷിഫ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്, ഒന്ന് നിങ്ങൾ എടുത്ത് നോക്കുക. എറർ ഡിറ്റക്ഷൻ 3 ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു, മോഡറേറ്റ് ആയിരുന്നു. ഇഡിയംസും ആന്റണും സിനണും ഒക്കെ ഡിഫിക്കൽട്ട് എന്നാണ് പറയപ്പെടുന്നത്. 3 ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു. പാരാജംബിൾസ് 2 ആയിരുന്നു, ഈസി ടു മോഡറേറ്റ് ആയിരുന്നു. സ്പെല്ലിംഗ് അത് 2 ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു, ഈസി ആയിരുന്നു. അങ്ങനെയായിരുന്നു. മൊത്തത്തിൽ 25 ക്വസ്റ്റൻസ് ഒരു ഷിഫ്റ്റിൻ്റെയാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ ഒരു ഷിഫ്റ്റിൻ്റെ എടുത്തിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഒരു മോഡറേറ്റ് ഡിഫിക്കൽട്ട് ആയിട്ടാണ് ആ ഒരു സെഷൻ. പക്ഷേ വേറൊരു സെഷൻ ചിലപ്പോൾ ഈസി ആയിരിക്കും. അപ്പോൾ ഏകദേശം ഞാനൊരു ഐഡിയ പറയുന്നത്, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റൻസ് വരുന്നത്, ഇത്രയൊക്കെ ക്വസ്റ്റൻസ് ഒരെണ്ണത്തിൽ നിന്ന് വരും എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് PYQ എടുത്ത് നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും. ആൻഡ് നിങ്ങളിപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1 മന്ത് ഇല്ലെങ്കിലും പോട്ടെ, ഒരു 3 ആഴ്ച സമയമുണ്ട്. ഈ 3 ആഴ്ച സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റീഡ് ഓൺ എ ഡെയിലി ബേസിസ്. ഓക്കെ, എന്ത് വായിക്കണം, നിങ്ങൾ പറ്റുമെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള മാഗസിൻസോ ആർട്ടിക്കിൾസോ ഒക്കെ ഒന്ന് വായിക്കുമ്പോൾ നിങ്ങളുടെ സ്ട്രോങ് അല്ലെങ്കിൽ വീക്ക് ഏരിയാസ് ഏതാണെന്ന് നോക്കുക. ഇപ്പോൾ ഗ്രാമർ ബുക്സാണ് നോക്കണമെങ്കിൽ അങ്ങനെ നോക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ഏരിയാസ് ഏതാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ഡൗട്ടുള്ള ഏരിയാസ് ഏതാ, ഇതൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് മോക്ക് ടെസ്റ്റ് ഒക്കെ ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കുക. ആപ്പിലൊക്കെ ഉള്ള ഒരുപാട് മോക്ക് ടെസ്റ്റുകളുണ്ട്, വെറുതെ ഒന്ന് ചെയ്ത് നോക്കുക. അത് ടൈമർ ബേസ്ഡ് ആയിരിക്കും, ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ ഏതൊക്കെ ഏരിയയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി വൊക്കാബ്സിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ എങ്കിൽ അതിനെ നിങ്ങൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്യുക. കാരണം നമുക്ക് ഇനിയും സമയമുണ്ട്, 1 മാസത്തോളം അല്ലെങ്കിൽ 3 ആഴ്ചയോളം നമുക്ക് സമയമുണ്ട്. അപ്പോൾ ആ 3 ആഴ്ച കൊണ്ട് നമ്മൾ നമ്മുടെ വീക്ക് പോയിന്റും സ്ട്രോങ് പോയിന്റും ഒക്കെ നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ PYQ ഒന്ന് നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇന്ന ഏരിയന്ന് ഇങ്ങനെയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നതെന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ, ഈ SSC CGL എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയൊക്കെയാണ് എന്നൊരു ചെറിയൊരു ഐഡിയ കിട്ടിക്കാണും. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ വെച്ച് കാണാം. അപ്പോൾ അടുത്തൊരു സെഷനിൽ ഞാൻ കുറച്ച് PYQ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. സോ ദാറ്റ്സ് ഓൾ. നമുക്ക് വീണ്ടും മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ ആൻഡ് ബൈ.